ബാർബർ ഷോപ്പിൽ കയറിയത് എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് മാറ്റി. ഹോട്ടലാണെങ്കിൽ ബാർബർ ഷോപ്പിൽ കയറിയത് എന്തുണ്ട്? നീങ്ങുവാ. ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാനറിയാം. പക്ഷെ അമ്മയുടെ തങ്ങമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള് അത് നമുക്ക് പിന്നെ കഴിയാലോ. പ്രശ്നമല്ല, ചില നമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാനിപ്പോ പ്രസിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ അതുകൊണ്ട് ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട്. തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റി. ഒരു വൃദ്ധൻ, ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷോപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഒരു പ്ലേറ്റ് പോരട്ടെ. ഇതെനിക്ക് ഇപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ്. ശോഭയ്ക്ക് തമാശ ശരിക്കും മനസ്സിലായില്ലേ? എന്നാ പിന്നെ വേറെ തമാശ. ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരി വരും. ഭയങ്കര തമാശ. എന്ന് വെച്ചാൽ ഇതും കൂടി കേട്ടിട്ട് പോയാൽ മതി. ഇതും എനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയ വേറെ തമാശയാണ്. പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ എന്നിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ. ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ. നമ്മളറിയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം നോക്കി. അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നും. അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും, കുറച്ചൊക്കെ അവരും പാടും. ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ കേൾക്കാത്ത എന്നെ കുറിച്ചാണ്. പുളു അടിക്കല്ലേ? മനസ്സു നിറഞ്ഞ സൗന്ദര്യമേ വിങ്ങി പൊട്ടി കരയരുതേ. കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കുരുസൻ കിഴക്കുതിച്ചു. കറുത്ത പെണ്ണേ കരിങ്കുഴലി. നീ ആരാണ്? ഏത് പറഞ്ഞു? ആരാണ് അതിന്റെ കരിങ്കുഴലി? ഓണ എന്റെ മുമ്പ് പോടാ.